പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 40 വർഷം അടിയൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ വർഷാവർഷം ഞങ്ങൾ നടത്തിയ ലക്ഷോപലക്ഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജപമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ, മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന കർത്താവേ, സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുഷ്ഠരോഗിയോട് പറഞ്ഞു. വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് ബെത്സയിദയിലെ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കുണ്ടെന്ന് നീ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത്, പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നല്ല ചെയ്ത കർത്താവേ, നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത്. നിന്റെ രക്ഷയുടെ വലതുകരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ നമ്മൾ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ രക്ഷയുടെ ആണിപ്രതാർന്ന അത്ഭുതകരം രോഗങ്ങൾ നമ്മൾ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും, അങ്ങയുടെ മക്കളെ ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും, അങ്ങയുടെ മക്കള് ഇന്ന് കൈമാറുന്ന രേഖകള് എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ. ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കള് വേദനിക്കുന്ന വേദനകള്, വ്യക്തികളുടെ ഭീഷണികള്, ഓരോരോ കാര്യങ്ങള്, ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങള്, രോഗബാധിതരെ, ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവരെ, ബയോപ്സി കൊടുത്തിരിക്കുന്നവരെ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാരെ, ആശുപത്രിയിൽ പോകുന്നവരെ, മക്കൾ ആശുപത്രിയിൽ പോകുന്നവരെ, അവർക്കെല്ലാം ശുഭോദർക്കമായ മറുപടികളും റിസൾട്ടും കിട്ടാൻ, രോഗങ്ങളൊന്നുമില്ല, കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ദിവസം അങ്ങയുടെ നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ പ്രസാദിക്കട്ടെ, ദൈവത്തിൻ്റെ കരുണ പ്രസരിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഇന്ന് കയറുന്ന ഓഫീസുകള്, ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകള്, ഇന്ന് വരുന്ന റിസൾട്ടുകള്, ഇന്ന് വരുന്ന ഇമെയിലുകള്, ഇന്ന് വരുന്ന മറുപടികളെല്ലാം
കർത്താവ് നിനക്ക് തരുന്ന അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നീ സഞ്ചരിക്കുന്ന വഴികള്, നീ സഞ്ചരിക്കുന്ന വാഹനങ്ങള്, നീ സംസാരിക്കുന്ന വ്യക്തികള്, നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങള്, നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അത്ഭുതം നടന്നേ. മിറക്കിൾ എന്നതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വഴിനടത്തിൽ. അതായത് ഒരു മോള്, ഇതിപ്പോൾ എല്ലാ ദിവസവും ആൾക്കാരെ കാണുന്നുണ്ടല്ലോ. വ്യാഴാഴ്ചയും കാണത്തില്ല, ഞായറാഴ്ചയും കാണത്തില്ല, ബാക്കി എല്ലാ ദിവസവും കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നേരത്തെ അച്ഛൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. എനിക്ക് ചില സമയത്തേക്ക് എമർജൻസി ആയിട്ടൊക്കെ ചില സമയത്ത് ഞാൻ ആബ്സെൻ്റ് ആയി പോകും. എന്തെങ്കിലും ഭയങ്കര കൊടിയ ഉത്തരവാദിത്തം വരുമ്പോഴും അങ്ങനെ വരണത് കേട്ടോ. അല്ല ബോധപൂർവം സ്കൾക്ക് ചെയ്യത്തില്ല. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ, ഈ ഞാനൊരു ചിലരൊക്കെ നമുക്കിതിൽ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ ഈ ആൾക്കാരുടെ സങ്കടങ്ങൾ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് വിശ്വപ്രമാണം ചൊല്ലി, പിന്നെ അത് എൻ്റെ പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കാതില്ലേ. അപ്പം ചില നിരീശ്വരന്മാരോ അല്ലെങ്കിൽ യുക്തിവാദികളോ അല്ലെങ്കിൽ വേറെ ഈ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ വേറെ അവർക്ക് അവർ പറയുന്നത് തട്ടിപ്പാണ് പറ്റിപ്പാണെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇടും. ഞാനതൊന്നും ശ്രദ്ധിക്കത്തില്ല. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ബോധ്യങ്ങളിൽ എല്ലാം എൻ്റെ ആയിരക്കണക്കിന് നാളുകളിലെ അനുഭവങ്ങൾ കൊണ്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാനൊന്നും ശ്രദ്ധിക്കത്തില്ല. കാര്യം എനിക്ക് ജനങ്ങളുടെ കണ്ണുനീര് ഈ ഉടമ്പടിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പും ഞാൻ ജനങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അവിടെ കണ്ണുനീരും അവിടെ വിഷയങ്ങൾ കേൾക്കുകയും അപ്പം എൻ്റെ മനസ്സ് എപ്പോഴും അതിന് സമാധാനം ഉണ്ടാകണം, മനുഷ്യർക്ക് ആശ്വാസം ഉണ്ടാകണം. അത് ദൈവത്തിൽ തന്നെ വേണമെന്നാണ് എൻ്റെ നിർബന്ധം. അല്ലാതെ വേറെ ഒരു ആശ്വാസം അവർ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിലും തന്നെ വേണം. ദൈവത്തിൽ ഇതിനെല്ലാം ആശ്വാസം ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് പണ്ട് മൂലം കിട്ടിയിട്ടുള്ളതാണത്. അതുകൊണ്ട് അപ്പം ഞാൻ ഈ വിഷയത്തിൽ കർത്താവിന് ഇടപെടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്ക് യാതൊരുവിധ ആരും എന്നെ തടുക്കത്തില്ല. അത്രയും ആന്തരിക ബോധ്യത്തിലാണ് വിഷയം ചെയ്യുന്നത്. ഈ ദിവസങ്ങളൊരു സംഭവം ഉണ്ടായിട്ട്, ഒരു മോള് അവളുടെ പിരിഞ്ഞുപോയ ഭർത്താവ് അയാൾ വേറെ കല്യാണം കഴിച്ചു. ഇപ്പം ഭയങ്കര സങ്കടവും വേദനയുമാണ്. അത് കേസായി. ആ കേസ് അവൾക്ക് ജയിക്കണം. അതിനെ അവൾ എൻ്റെ അടുത്ത് ഈ ഭർത്താവിൻ്റെ ഫോട്ടോയാണ് തരണത്. അപ്പം അത് ആ കുഞ്ഞിൻ്റെ സങ്കടം കണ്ട നമ്മുടെ ചങ്കലച്ച് പോകും. ഞാനിത് മാതാവിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ച്
പ്രാർത്ഥിച്ചപ്പോൾ അമ്മ എനിക്കൊന്ന് നോട്ട്, ഈ കുഞ്ഞ് തോക്കുമെന്ന, കേസ് തോക്കുമെന്ന. അപ്പം അതെനിക്ക് അതിനൊക്കെ കൂടുതൽ പ്രശ്നമായി. ഞാൻ മകളോട് പറഞ്ഞു, മകളെ ഈ കേസ് നീ തോക്കുമെന്നാണല്ല മനസ്സിലാക്കണത്. കാര്യം എന്നിട്ട് ഞാൻ അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ച കാര്യം ഞാൻ അവളോട് ചോദിച്ചു. പറഞ്ഞേ, നീ വേറെ ചെറുക്കനായിട്ട് നിൽക്കുന്ന ഫോട്ടോ കോടതി പ്രസൻറ്റ് ചെയ്യുമെന്നാണ് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയ നോട്ട്, അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ കിട്ടിയ നോട്ട് ഇതാണ്, പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാനങ്ങനെ അവളോട് ചോദിക്കണത് ഭയങ്കര സങ്കോചത്തിലാണെങ്കിലും എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ കുഞ്ഞ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, അച്ഛാ ഇയാൾ പോയില്ല, അവർ വേറെ കല്യാണം കഴിച്ച് താമസിക്കുകയാണ്. ഞാനും അതുകൊണ്ട് എനിക്കും കല്യാണം കഴിക്കണമല്ല. വീട്ടുകാരപ്പോൾ ഒരു ആലോചന കൊണ്ടുവന്ന് ഞാൻ അങ്ങനെ ആ കല്യാണം സമ്മതിച്ചതാണ്. അപ്പം ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോ നിന്നെ ചതിക്കും എന്ന് വെച്ചാൽ, അപ്പോഴുടനെ അവൾ പറഞ്ഞ്, അത് അച്ഛൻ പറഞ്ഞു ശരിയാ, കാര്യം പിരിഞ്ഞുപോയ ഭർത്താവ് തന്നെയാണ് ഈ പുതിയ കല്യാണക്കാര്യം ആലോചിച്ച് ഒരു ചെറുക്കനെ കൊണ്ടുവന്നത് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായെന്ന്. ആ കല്യാണം നടന്നില്ല, പക്ഷെ ആ ഫോട്ടോ ഇവിടെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് കോടതിയിലോട്ട് കൊടുക്കാനുള്ള ഉദ്ദേശമാണ്. അതിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ രേഖകളൊന്നും ഇല്ലല്ലോ, രജിസ്ട്രേഷൻ ഒന്നും നടന്നിട്ടില്ല, രേഖകളൊന്നുമില്ല. പക്ഷെ എങ്കിലും ഒരു സംശയം ഉന്നയിക്കാൻ, ഇവളുടെ മേൽ ഒരു ആരോപണം ഉന്നയിക്കാൻ അത് ആ ഫോട്ടോ മതിയാവും. പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞു, നീ ഉള്ള കാര്യം ജഡ്ജിനോട് പറയണം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും. ഞാൻ കോടതിയിൽ 2-3 കേസിനൊക്കെ പോകുമ്പോൾ ഒരു വക്കീലെ ആൾക്കാർ ജഡ്ജിനോട് സംസാരിക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു കേസുണ്ടായി. കടൽ കയറിയപ്പോൾ ഗവൺമെൻറ് ശ്രദ്ധിക്കാൻ വന്നപ്പോൾ ഞാൻ ജനങ്ങളോട് സമരത്തിന് പോയ കേസാണ്. അപ്പം അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം എപ്പോഴും. അപ്പോൾ അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വക്കീലുണ്ട്, പക്ഷെ ഒരു അപ്പച്ചൻ വന്നിട്ട് പ്രായമുള്ള ആളാണ്, എനിക്ക് വക്കീലൊന്നും ഇല്ല സാറേ, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് നേരിട്ട് സംസാരിക്കും, ജഡ്ജിയുമായിട്ട് മജിസ്ട്രേറ്റുമായിട്ട് നേരിട്ട് സംസാരിക്കും. അപ്പം അതൊക്കെ നടക്കും. അപ്പോൾ കോടതിയിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നീയുള്ള കാര്യം പറയണം, അപ്പോൾ അവർക്കത് മനസ്സിലായിക്കൊള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ഞാൻ ചിന്തിച്ചതേ, നമ്മൾ ദൈവം സ്നേഹമാണെന്നൊക്കെ പറയുമ്പോഴേ, ദൈവം എന്തുമാത്രമാണ് മനുഷ്യനെ കരുതണമെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ആ കേസ് തോക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം അവൾ ചതിക്കപ്പെട്ടതാണ്. അപ്പം തോക്കാനുള്ള മാർഗങ്ങൾ അവൾ തന്നെ അറിയാതെ ഉണ്ടാക്കി വെച്ചിട്ട്, കാരണം അമ്മ ആ വിഷയം പറയണതാണ്, ഇങ്ങനെ പോയി അത് തോക്കാൻ സാധ്യതയുണ്ടെന്ന് പറയണ. അപ്പം നമ്മൾ ഓർക്കും ദൈവം ഇങ്ങനെ ഈ നിലം തൊടാത്ത വലിയ കാര്യമാണ് പറയണത്. അല്ല, നമ്മൾ ഭൂമി ചവിട്ടി നിൽക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. അപ്പം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ദൈവവും നമ്മുടെ ഭൂമി ചവിട്ടി നിന്നുകൊണ്ടാണ് നമ്മുടെ വിഷയങ്ങൾ ഇടപെടുന്നതെന്ന് ഓർക്കണം. അപ്പം എൻ്റെ മക്കൾ എന്നത് എപ്പോഴും അവിടെ അതാണ് കുഴഞ്ഞ ചേറ്റിൽ നിന്ന്. 40-ാം സങ്കീർത്തനം 40:2 ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവയ്പുകൾ സുരക്ഷിതമാക്കി. അപ്പൊ ദൈവത്തിന്റെ പണിയാണ്. എന്താണ്? ഇപ്പൊ നമ്മൾ ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന ഒരു ജീവിതം നമുക്കുള്ളത്. നമ്മളെ രക്ഷിക്കാനും അനുദിനം കണ്ണുനീരൊപ്പാനും നമ്മുടെ ദൈവവും നമ്മുടെ ഭൂമിയിൽ ചവിട്ടി നിൽക്കുകയാണ്. ആ ദൈവത്തിലെ ആശ്രയിക്കുന്ന കൊണ്ടാണ് അവിടുന്ന് നമ്മുടെ ജീവിതത്തെ പാറയിൽ ഉറപ്പിച്ചു. എന്നുവെച്ചാൽ ആ ദൈവവചനം അനുസരിച്ച് ജീവിക്കണത് പാറയിൽ കാലുറച്ച് ചവിട്ടണ തുല്യമാണ് ശരിക്കും പറഞ്ഞത്. ഒന്നുമില്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയായി. പക്ഷേ ഈ കാലങ്ങളിൽ നീ ദൈവത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും
കർത്താവ് നീ നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഒരാളെ അതാണ് എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നൊരു വചനമില്ലേ? സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അതാണ് ദൈവം. നമ്മൾ ദൈവത്തിന്റെ ആളായി കഴിഞ്ഞാൽ നമ്മൾ അഴിഞ്ഞു പോകാനാ തകരാനാ ദൈവം അനുവദിക്കത്തില്ല. 1 മണിക്കൂർ നേരത്തെ ദൈവത്തിന്റെ ആളാകാൻ നോക്കുക. എന്നിട്ട് ഞാനൊരു ഡേറ്റ് ഇട്ടു, ഏപ്രിൽ മാസം ആദ്യം. അന്നേരപ്പോഴേക്കും എൻ്റെ മനസ്സിൽ തോന്നി ഏപ്രിൽ ആദ്യം നോയമ്പ് കാലമാണ്, അപ്പം നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ ഏപ്രിൽ ഒരു 24-ാം തീയതിയോടുകൂടി വിവാഹം നടക്കുകയും ചെയ്തു. ആ കത്തെഴുതിയ സമയത്ത് ഞാനൊരു അടയാളം ആവശ്യപ്പെട്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് എനിക്കൊരു ക്ഷീണം പോലെ തോന്നി. അന്നേരപ്പോഴേക്കും ഞാൻ കിടന്നപ്പം മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്ന് എന്നോട് എനിക്ക് വേണ്ടി സംസാരിക്കുന്നതായിട്ട് കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് മാതാവ് എന്നെ നോക്കി കണ്ണ് അടച്ച് തുറക്കുന്നതായിട്ട് കണ്ടു. അപ്പം ആദ്യം ഞാൻ ഓർത്തു എനിക്ക് തോന്നിയതായിരിക്കും. എന്നിട്ട് ഞാനിങ്ങനെ സാക്ഷ്യം കേൾക്കും രാവിലെ എഴുന്നേറ്റിരുന്ന്. ആ സമയത്ത് ഞാൻ ഫോൺ തുറന്നു നോക്കിയപ്പം കൃപാസന മാതാവിൻ്റെ ഒരു പടം ഇങ്ങനെ കാണുകയാണ്. അതിനകത്ത് മാതാവ് കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ എൻ്റെ മനസ്സിൽ തോന്നി എൻ്റെ വീട്ടിൽ ഒരു കൃപാസനം പത്രം ഇരിപ്പുണ്ടായിരുന്നു. ആ കൃപാസനം പത്രം തുറന്ന് വായിക്കാൻ തോന്നി. അപ്പം ഞാൻ അതുവരെ ആ കൃപാസന പത്രം തുറന്ന് വായിച്ചിട്ടില്ലായിരുന്നു. അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് വിവാഹം നടക്കാതിരുന്ന ഒരു വ്യക്തിയുടെ വിവാഹം നടക്കുന്നതായിട്ട്. അങ്ങനെ 24-ാം തീയതി ഒരാഴ്ചക്കുള്ളിൽ എല്ലാവരും സമ്മതിക്കുകയും വിവാഹം നടക്കുകയും ചെയ്തു. പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ കുഞ്ഞ് 3.5 വയസ്സുണ്ട്. കുഞ്ഞിന് ജലദോഷത്തെ തുടർന്ന് ഭയങ്കരമായ ചെവിവേദന ഉണ്ടായി. അപ്പം കുഞ്ഞ് രാവിലെ മുതൽ കരയുകയാണ്. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല, എൻ്റെ ഈ മരുന്നൊന്നുമില്ല. ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, കുരിശിൽ തമ്പുരാന് വേദന അനുഭവിച്ചപ്പോൾ നിനക്കുണ്ടായ വേദന പോലെ തന്നെയാണ് എൻ്റെ കുഞ്ഞ് ഇപ്പം അനുഭവിക്കുന്ന വേദന കാണുമ്പോൾ എനിക്കും തോന്നുന്നത്. അതുകൊണ്ട് ഈ വേദന അമ്മ ഏറ്റെടുക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെ മടിയിൽ കിടത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ടിന്യൂസ് ചൊല്ലാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞ് മയങ്ങിപ്പോയി. പിന്നെ ഉറക്കം തെളിഞ്ഞ് കുഞ്ഞ് കണ്ണു തുറന്നപ്പം കുഞ്ഞ് ചിരിച്ചോണ്ടാണ് എഴുന്നേറ്റത്. അപ്പം ഞാൻ ചോദിച്ചു, കുഞ്ഞു നിന്റെ ചെവിയുടെ വേദന പോയോന്ന്. എന്നിട്ട് അവള് പറഞ്ഞു, അമ്മേ, കൃപാസന മാതാവ് വന്ന് എൻ്റെ ചെവിയിൽ നിന്ന് എന്തോ എടുത്തു മാറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയും. കിള്ളി മാറ്റുന്നതെന്ന് അവള് പറഞ്ഞത്. അവള് കുഞ്ഞായുണ്ട്. അപ്പോൾ കിള്ളി മാറ്റി അവളുടെ ചെവിയുടെ വേദന പോയി. ഇപ്പോഴും ജലദോഷം ഉണ്ടാവും, പക്ഷേ അവൾക്ക് ഇതുവരെ ചെവിക്ക് വേദന ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അനീറ്റ ജോർജ്. ഞങ്ങൾ വയനാട് മാനന്തവാടിയിൽ ചേരുംകൊല്ലി ചുള്ളിയാൻ ഇടവകയിൽ നിന്ന് വരുന്നു. ഇതിൻ്റെ ഭർത്താവ് ക്ലീൻസ് ജോർജ്. ഇച്ചാനാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നത് 2023 ഫെബ്രുവരി 1-ാം തീയതി ആയിരുന്നു. ആദ്യമായിട്ട് തന്നെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഇച്ചാൻ്റെ മമ്മി ഉടമ്പടി എടുത്തിരുന്നു. മമ്മീൻ്റെ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ മോൾക്ക് കിട്ടിയ ഒരു സൗഖ്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു ഒക്ടോബർ മാസം, അതായത് കഴിഞ്ഞ ഒക്ടോബർ മാസം ഞങ്ങളുടെ മോള് ഒരു കുഴപ്പമില്ലായിരുന്നു. അവൾക്ക് 1 വയസ്സായിട്ടില്ല അന്ന്. ദിഹ എന്നാണ് അവളുടെ പേര്. അവള് വൈകുന്നേരം നല്ല കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൾ കിടന്നുറങ്ങി. ഒരു രാത്രി 2 മണി ആയപ്പോഴത്തേക്കും കുഞ്ഞ് വല്ലാണ്ട് കരഞ്ഞിട്ട് എണീറ്റ സമയത്ത് സാധാരണ ഞാൻ പാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് ഉറങ്ങുന്നതാണ്. അപ്പോൾ ഞാൻ പാല് കൊടുത്തു, എന്നിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോൾ ഇച്ചാൻ എണീറ്റു. ഇച്ചാൻ എടുത്ത് നോക്കി, ഇച്ചാൻ എടുത്തിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. അന്നേരം ഞങ്ങൾ പപ്പേനെയും മമ്മീനെയും പോയി വിളിച്ചു. അപ്പോൾ പപ്പ പെട്ടെന്ന് വന്നു. പപ്പ എടുത്തിട്ട് പറഞ്ഞു, എന്താ പറ്റിയ കൊച്ചെന്തെങ്കിലും സ്വപ്നം കണ്ട് ഞെട്ടിയോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല പപ്പ, പെട്ടെന്ന് ഇവള് കരയുന്ന കേട്ടിട്ടാണ് ഞാൻ എണീറ്റേന്ന് പറഞ്ഞു. അന്നേരം പപ്പ ഇവിടെ തോളിലിട്ട് ഇങ്ങനെ കൊട്ടുന്നുണ്ട്, പക്ഷെ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. കരച്ചിൽ നിർത്താണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ, എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരമൊക്കെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം മമ്മിയും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു, വേണ്ട, ഇവളിപ്പോൾ ഈ കരഞ്ഞതിൻ്റെ ഏങ്ങലുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ സൗണ്ടൊക്കെ മാറാൻ തുടങ്ങി. കരച്ചിലിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, കീ എന്നുള്ളൊരു സൗണ്ട് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. കരയുന്നതിൻ്റെ ഈ സൗണ്ട് ഒന്നും വരുന്നില്ല. കുഞ്ഞിന് ശ്വാസം കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞങ്ങളിനി വെച്ചുകൊണ്ടിരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് മമ്മീൻ്റെ ഉടമ്പടി കാഴ്ചരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി തൈലം വെച്ച് അവളുടെ തലയിൽ നെറ്റിയിൽ കുരിശ് വെച്ചിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് അവൾ മയങ്ങിയപ്പോൾ പപ്പ പറഞ്ഞു, അവൾ ഉറങ്ങി, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചാൻ പറഞ്ഞു, എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ കാണിക്കാമെന്ന് പറഞ്ഞു. പോയി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, കുഞ്ഞിൻ്റെ
ഓക്സിജൻ ലെവൽ നന്നായിട്ട് താന്നിട്ടുണ്ട്, ഇത്രയും നേരം നിങ്ങൾ ഇവിടെ എത്തിയത് തന്നെ ഭാഗ്യമാണെന്ന് പറഞ്ഞു. ആ സമയത്ത് കുഞ്ഞ് മയങ്ങിയെന്ന് പപ്പ പറയണ സമയത്ത് കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവൽ താന്നിട്ട് കുഞ്ഞ് മയങ്ങിപ്പോയതാണ്, അവൾ ഉറങ്ങിയതല്ലായിരുന്നു. അപ്പം അവിടെ ഞങ്ങൾ ഫസ്റ്റ് പോയത് മാനന്തവാടി സെൻറ് ജോസഫിൽ ഹോസ്പിറ്റലായിരുന്നു. അവളെ അവിടെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ ചെന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇവിടെ പീഡിയാട്രിക് ICU ഇല്ല, നിങ്ങൾ വേഗം മേപ്പാടിക്ക് പോകണം, അതും ഓക്സിജൻ സപ്പോർട്ടുള്ള ആംബുലൻസിൽ തന്നെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വേഗം തന്നെ മേപ്പാടിക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ടെൻഷനായി, എല്ലാവരും കരയാൻ തുടങ്ങി. എന്നാലും അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മീൻ്റെ ഉടമ്പടിനെ പറ്റിയിട്ടോ മമ്മി ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നോ കുഞ്ഞിൻ്റെ തലയിൽ നെറ്റിയിൽ കുരിശ് വെച്ചിട്ടുണ്ടെന്നോ ഒന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല, അതിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷെ മമ്മിയിൽ വലിയ ടെൻഷൻ കണ്ടില്ല, ആദ്യം കുറച്ച് കരഞ്ഞെങ്കിലും മമ്മിയിൽ വലിയ ടെൻഷൻ കണ്ടില്ല. ഞങ്ങൾ എന്നിട്ട് മേപ്പാടിക്ക് പോയി, പോകുന്ന വഴിക്ക് ഇവൾക്ക് ഓക്സിജൻ കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ കുഞ്ഞ് സമ്മതിക്കുന്നില്ല. ഏകദേശം ഒരു 3/4 മണിക്കൂർ ദൂരമുണ്ട് മാനന്തവാടിയിൽ നിന്ന് മേപ്പാടിക്ക്. ആ ചേട്ടൻ ഞങ്ങളെ ഒരു 15 മാക്സിമം ഒരു 20 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിച്ചു മേപ്പാടിയിൽ. അവിടെ എത്തിച്ചു മേപ്പാടിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ കാഷ്വാലിറ്റിയിൽ കയറ്റിയിട്ട് അവർ നോക്കിയിട്ട് അവർ പറഞ്ഞു, ഇതെന്താ ഇതുവരെ അവൾ ഓക്സിജൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, അവൾ പാലും കുടിക്കുന്നില്ല, ഓക്സിജൻ വെക്കാൻ സമ്മതിക്കുന്നില്ല, ഒന്നിനും സമ്മതിക്കുന്നില്ല. അവർ എമർജൻസി ആയിട്ട് പീഡിയാട്രിക് ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് അതുവരെ എൻ്റെ കുഞ്ഞ് അവൾ കരയുന്നുണ്ട്, പക്ഷെ ജീവനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എന്തോ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നു എന്നല്ലാണ്ട് തിരിച്ചു കിട്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായിരുന്നു അവള്. അങ്ങനെ ഞങ്ങൾ ICUയിൽ എന്നെ മാത്രമേ കയറ്റുന്നുള്ളൂ, കുഞ്ഞായതുകൊണ്ട് എന്നെ മാത്രം കയറ്റി, ഇവരെല്ലാം പുറത്താണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞിനെ നിങ്ങളിനി ഒട്ടും കരയിപ്പിക്കരുത്, കരയിപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അവളുടെ തൊണ്ടയിൽ ഇനി അവൾ കരഞ്ഞു കഴിഞ്ഞാൽ അവളുടെ തൊണ്ടയിൽ നമുക്ക് ഹോൾ ഇടേണ്ടി വരും, ഹോളിട്ട് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ ശരിക്കും ഇവൾക്ക് എന്നാ പറ്റി, ഇവൾക്ക് ഒരു ജലദോഷം പോലും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവളുടെ തൊണ്ടയിൽ നല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, ക്രൂപ്പ് എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈം കേൾക്കുകയാണ്, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഡോക്ടർ ഒന്നുകൂടി പറഞ്ഞു, ക്രൂപ്പാണ്, തൊണ്ടയിലെ ഇൻഫെക്ഷനാണ്, ഇതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ സൗണ്ടിന് വ്യത്യാസം വന്നത്, അവൾക്ക് ഓക്സിജൻ എടുക്കാൻ പറ്റില്ല, ഇനി ഇത് കൂടിക്കഴിഞ്ഞാൽ ഒട്ടും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത് നേരെ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ മമ്മീനോടും പപ്പനോടും പോയി പറഞ്ഞു, ഇച്ചാനോടും പറഞ്ഞു. അപ്പോഴും മമ്മീനെ ഞാൻ ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. മമ്മി എന്ന് പറയുന്ന ഒരാളുണ്ടെന്നോ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നോ ഞാൻ പേടിക്കേണ്ട കാര്യമില്ലെന്നോ ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ച് ICUയിൽ കയറി വന്ന് ഞങ്ങൾ ICUയിൽ അഡ്മിറ്റ് ആയപ്പോൾ ഒരു 15 മിനിറ്റ് ആയി കാണും. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് ചിരിക്കാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി, അവൾ അതിലൂടെ ഓടിക്കളിക്കാൻ തുടങ്ങി. ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്തു, അവൾക്ക് ഒരു കുഴപ്പമില്ല. തൊണ്ടയിൽ ഇൻഫെക്ഷൻ അവളുടെ സൗണ്ട് മാറുന്നുണ്ട് എങ്കിൽ തൊണ്ടയിൽ ഇൻഫെക്ഷനും മാറ്റം ഉണ്ടാവും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കി. പക്ഷെ അവിടെ റൂമില്ലാത്തതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, രാത്രി ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തോളൂ, ICUയിൽ നിന്നിട്ട് നമുക്ക് രാവിലെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഞങ്ങൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഈ പറഞ്ഞ പോലെ ഹോൾ ഇടാനോ ICUയിൽ കയറിയിട്ട് ഒരു ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യം അങ്ങനെ ഒന്നും വന്നില്ല. അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ആ സമയത്ത് മാതാവിനെ വിശ്വസിക്കാണ്ട് പോയതിന് മാതാവിനോട് മാപ്പ് ചോദിക്കുന്നു. അതിനുശേഷമാണ് ഞാൻ ഇശാനും വന്നിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഇശാനാണ് ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 1-ാം തീയതി. അതിൽ ഞങ്ങളുടെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് മോളുടെ കാര്യം തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് എപ്പോഴും യൂറിൻ ഇൻഫെക്ഷൻ 1 മാസം യൂറിൻ ഇൻഫെക്ഷൻ ആണെങ്കിൽ അന്ന് പോകും, വന്ന് ഡോക്ടറെ കാണിക്കപ്പോൾ ഡോക്ടർ പറയും നമുക്ക് കൾച്ചർ ചെയ്യാമെന്ന് പറയും. ഞങ്ങൾ കൾച്ചർ ചെയ്യും, കൾച്ചറിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം 3 ദിവസത്തെ ആൻറ്റിബയോട്ടിക് തരും, പിറ്റേ ദിവസം എന്നിട്ട് വീട്ടിൽ പൊക്കോളാൻ പറയും. അടുത്ത ഒരു 2 ആഴ്ച അവൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല, പിന്നെയും ഇത് തന്നെ സംഭവം, ഞങ്ങൾ പോകും കൾച്ചർ ചെയ്യും, ഇത് തന്നെ തിരിച്ചു വരും, ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കും. അപ്പം എല്ലാവരും പറയാൻ തുടങ്ങിയിട്ട് എന്താ ഈ മോൾക്ക് എപ്പോഴും ഇങ്ങനെയാണല്ലോ, കുടുംബത്തിൽ നിന്നാണേലും കൂട്ടുകാരാണേലും എല്ലാവരും വിളിക്കുമ്പോൾ എന്താ എനിക്ക് ഇങ്ങനെ എപ്പോഴും അസുഖമാണല്ലോ, എപ്പോഴും ആൻറ്റിബയോട്ടിക് ആണല്ലോ, ഈ ആൻറ്റിബയോട്ടിക് ഇങ്ങനെ കൊടുക്കുന്നത് അത്ര നല്ലതൊന്നല്ല കേട്ടോ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ഞാനിപ്പോൾ ഒരു വട്ടം ഡോക്ടറോട് ചോദിച്ചു, ഇതിപ്പോൾ കുറേ ആയല്ലോ ഡോക്ടറെ, ഇനിയിപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൾച്ചറിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, കൾച്ചറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കിഡ്നീൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ടെസ്റ്റ് ചെയ്യേണ്ടുള്ളൂ, ഇതൊക്കെ ഇപ്പോൾ എല്ലാ പിള്ളേർക്കും ഉണ്ടാവുന്നതാണെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരോ ഒരാൾ എന്നോട് പറഞ്ഞു, 1 വയസ്സിൻ്റെ ഇടയിൽ ഒരു കുട്ടിക്ക് മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാവശ്യത്തിൽ യൂറിൻ ഇൻഫെക്ഷൻ വരാൻ പാടില്ല, ഇതിപ്പോൾ കുറേ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവൾക്ക് റാഷസിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇവൾക്ക് അവളുടെ പ്രൈവറ്റ് പാർട്ടിൽ ഞങ്ങൾ ആദ്യം വിചാരിച്ചു പാമ്പേഴ്സിൻ്റെ റാഷസിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എടുക്കാത്ത ട്രീറ്റ്മെൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കും, ഇതൊന്നും കുറയില്ല ഈ യൂറിൻ ഇൻഫെക്ഷൻ. അത് യൂറിൻ ഇൻഫെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത മാസം തൊട്ട് കൗണ്ട് കൂടാൻ തുടങ്ങി. ഒരാഴ്ച കൗണ്ട് കൂടിയിട്ട് അഡ്മിറ്റ് എങ്കിൽ അടുത്ത ആഴ്ച ചെന്ന് കഴിയുമ്പോൾ കൗണ്ട് കുറയും. ഇത് തന്നെ കാര്യം. അങ്ങനെ ഞങ്ങൾ ഏകദേശം വയനാട്ടിലെ
എല്ലാ ഡോക്ടേഴ്സിനെയും കാണിച്ചു. എല്ലാവരും മരുന്ന് തരും, വിടും, കുറയും, പിന്നെ ആൻറ്റിബയോട്ടിക് എടുക്കും, അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഉടമ്പടിയിൽ മാതാവിനോട് പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞിന് ഈ ഒരു എന്താ റീസൺ അറിയില്ല, എപ്പോഴും ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന അത്ര നല്ലതല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്, മാതാവെ മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഫെബ്രുവരി 1 ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും അവൾക്ക് പനിയാണ്, നല്ല പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വയനാട്ടിലാണ്. ഞാൻ ഇച്ചനോട് പറഞ്ഞു, നമുക്ക് ഉടമ്പടി എടുക്കാൻ പോവണ്ട, ഇവൾക്ക് വയ്യ, ഇച്ചാൻ അറിയാലോ, ഇവളെയും കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പോകണം, പോയേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചാൻ്റെ വാശി പുറത്ത് വന്നു. വരുന്ന സമയത്ത് അവൾക്ക് പനി ഉണ്ടായിരുന്നു, തിരിച്ച് വീട്ടിലെത്തുന്നോടെ വരെ അവൾക്ക് പനി ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്നേക്ക് 3 മാസമായി എൻ്റെ കുഞ്ഞിന് പനിയില്ല, റാഷസ് ഇല്ല, അവൾക്ക് യൂറിനൽ ഇൻഫെക്ഷൻ ഇല്ല, അവൾക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഇല്ല. അത് മാത്രമല്ല, അവൾ 1.5 വയസ്സാവുന്നേ ഉള്ളൂ. ആ കുഞ്ഞ് വയനാട്ടിൽ നിന്ന് എറണാകുളത്ത് വന്ന് 2 ആഴ്ച ഒറ്റയ്ക്ക് നിന്നു, അവളുടെ വല്യപ്പൻ്റെയും വല്യമ്മേൻ്റെയും കൂടെ.